ഹലോ മൈ ഡിയർ ഫ്രണ്ട്സ്, ലേറ്റ് നൈറ്റ് തോട്ട്സ് ഓഫ് യുവർ പേഴ്സൺ. നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തി ഇന്നലെ രാത്രിയിൽ നിങ്ങളെക്കുറിച്ച് എന്തൊക്കെയാണ് ചിന്തിച്ചിരിക്കുന്നത് എന്ന് നമുക്ക് നോക്കാം. നമുക്കിവിടെ വന്നിരിക്കുന്നത് ഹെർമിറ്റ് കാർഡ്, അതുപോലെ വീൽ ഓഫ് ഫോർച്യൂൺ, 2 ഓഫ് കപ്സിന്റെ എനർജിയാണ് കിട്ടിയിരിക്കുന്നത്. ഈ ഒരു സമയത്ത് നിങ്ങളുടെ പേഴ്സൺ ഒരു സത്യാന്വേഷണ വഴിയിലായിട്ടാണ് കാണുന്നത്. അവരിൽ നിന്ന് തന്നെ പല കാര്യങ്ങൾ തിരിച്ചറിയുന്നു. പൂർണ്ണമായും ഒറ്റയ്ക്കിരുന്ന് ഏകാന്തമായിരുന്ന് അവരെ സ്വന്തം മനസ്സിനെ വിശകലനം ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരവസ്ഥയാണ്. സ്വന്തം മനസ്സിലേക്ക് തന്നെ നോക്കി ഓരോ കാര്യങ്ങളിൽ അവർക്ക് തിരിച്ചറിവ് വന്നുകൊണ്ടിരിക്കുന്നു. ജീവിതത്തിലെ പല കാര്യങ്ങളിൽ അവർക്കൊരു വ്യക്തത കൈവന്നുകൊണ്ടിരിക്കുന്നതായിട്ടാണ് കാണുന്നത്. അത് എന്തിനാണ് അങ്ങനെ ഒരു വ്യക്തത ഇപ്പോൾ അവർ കൈവരിക്കാൻ, അല്ലെങ്കിൽ ഒരു മാറ്റത്തിലേക്ക് അവർ വരാനുള്ള സാഹചര്യം എന്ന് പറയുന്നത് അവർക്ക് നിങ്ങളെക്കുറിച്ചിട്ടുള്ള ഓർമ്മകളും നിങ്ങളെന്ന വ്യക്തിയെ മിസ് ചെയ്യുന്നതുമാണ്. അവർക്കിപ്പോൾ നിങ്ങളെ ഒരുപാട് മിസ് ചെയ്യുന്നുണ്ട്. നിങ്ങളുമായിട്ടൊരു റീയൂണിയൻ, നിങ്ങളിപ്പോൾ ബ്രേക്കപ്പിൽ നിൽക്കുന്നവരാണെങ്കിൽ അവർ ഈ ഒരു സമയത്ത് ചിന്തിക്കുന്നത് നിങ്ങളുമായിട്ടുള്ള ഒരു റീയൂണിയനും ഒരുമിച്ചുള്ള ഒരു ജീവിതവും തന്നെയാണ്. ആ ഒരു ചിന്തകളാണ് അവരെ കൊണ്ട് ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചിന്തിപ്പിക്കുകയും തിരിച്ചറിവുകളിലേക്ക് എത്തുകയും ചെയ്യിച്ചിരിക്കുന്നത്. അവരിപ്പോൾ ആഗ്രഹിക്കുന്നത് അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് നിങ്ങളുടെ ലൈഫിലേക്ക് കടന്നു വന്നിട്ട് നിങ്ങളോട് എല്ലാ തെറ്റുകളും ഏറ്റുപറഞ്ഞ് നിങ്ങളുടെ ജീവിതത്തിന്റെ ഒരു ഭാഗമാകണം എന്ന് ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന ഒരു അവസ്ഥയിലാണിപ്പോൾ അവര്. അവര് പൂർണ്ണമായും ഒറ്റയ്ക്ക് നിൽക്കുന്ന ഒരു സിറ്റുവേഷൻ ആണ്. അവരുടെ ഉള്ളില് മാനസാന്തരം, പശ്ചാത്താപം പോലെയുള്ള പല കാര്യങ്ങളാണ് ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. പൂർണ്ണമായും ഒരു പരിവർത്തനത്തിലേക്ക് എത്തിയിരിക്കുന്ന ഒരു വ്യക്തിയായിട്ടാണ് ഇപ്പോൾ അവർ നിൽക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് അവർക്ക് നിങ്ങളോട് അവർ ചെയ്ത തെറ്റ് ഏറ്റുപറഞ്ഞ് നിങ്ങൾ പ്രതീക്ഷിക്കാതെ നിൽക്കുന്ന ഒരു സമയത്ത് തന്നെ നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വരണം എന്ന് അവർ പൂർണ്ണമായും ആഗ്രഹിച്ച് നിൽക്കുന്ന ഒരു അവസ്ഥയാണ് നമുക്കിവിടെ കാണുന്നത്.